കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും വചനപ്രഭാതത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 10-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ, പേടിപ്പിക്കാതിരിക്കാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി പേടിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ചോദ്യം, നിങ്ങളെ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ചർച്ചിൽ ഒരു മനുഷ്യൻ ഫോൺ വിളിച്ചിട്ട് വരികയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാമോ? അദ്ദേഹം വന്നു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തു. എൻ്റെ ചോദ്യം, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണ്ടേ പാസ്റ്ററെ? കൊടുക്കണം. പക്ഷെ നിങ്ങളിങ്ങനെ പേടിപ്പിച്ചിട്ട് അവൻ വിഷം കുടിക്കുകയോ തൂങ്ങിച്ചാകുകയോ ചെയ്താലോ കിട്ടുമോ? ഞാൻ കടം മേടിച്ചാൽ കൊടുക്കണ്ട എന്ന് പറയുന്ന ആളല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഷയം എന്താ പറയുക, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര സഹതാപമാണ്. ഈ ഏറ്റുമാനൂരൊരു സഹോദരിയും സുന്ദരിമാരായ 2 പിഞ്ചോമനകളുമായിട്ട് റെയിൽവേ ട്രാക്കിൽ ഇറങ്ങി നിന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് തീവണ്ടി വരുന്ന സമയം കൃത്യം മനസ്സിലാക്കി എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? എന്താ കാര്യമെന്നറിയോ? ആളുകൾ ഹരാസ് ചെയ്തിട്ടാണ്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? സ്വന്തം ഭർത്താവ് ഉൾപ്പെടെ, ഏറ്റവും വേണ്ടപ്പെട്ടവരുൾപ്പെടെ ആ പാവത്തിനെ ഉപദ്രവിച്ചതൊക്കെ അന്നത്തെ ആ ഒരു റീഡിംഗ് ഒക്കെ ഇപ്പം അങ്ങ് മറന്നുപോയി. ആ ദിവസങ്ങളിൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുകയില്ല, ഇരുന്ന് പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. അവരൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോയിട്ട് അവിടെയും അസ്വസ്ഥത ഉണ്ടാക്കുക. ഇപ്പൊ ചോദിച്ചു പലരും, ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അതെ, അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയാലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നു. എന്നോട് ഇങ്ങനെ ചെയ്തവർ എൻ്റെ പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുവോ? അപ്പം അങ്ങനെ ഉള്ള കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ എൻ്റെ കൊച്ചിനെ ഞാൻ കൊടുക്കത്തില്ല എന്നാണ് ആ കാണിച്ചത്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, ഓക്കെ അവർ മരിക്കുന്നില്ല, നേരെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ വീട്ടിൽ കയറ്റുമോ? എന്നോട് ചോദിക്കുക. അത് ചോദ്യമാണ്. മരിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ആളുകൾ സമാധാനം തരുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും അത് കേൾക്കാനില്ല. നമുക്കതിനൊരു മാറ്റം വരുമോ? തിരുവെഴുത്തൊരു പ്രത്യാശ തരികയാണ്, കേട്ടോണം. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിക്കാൻ. മുയലിനെ കുറുക്കൻ പേടിപ്പിക്കും, കുറുക്കനെ പുലി പേടിപ്പിക്കും, പുലിയെ സിംഹം പേടിപ്പിക്കും, സിംഹത്തെ ഹിപ്പോപ്പൊട്ടാമസ് പേടിപ്പിക്കും, ഹിപ്പോപ്പൊട്ടാമസിനെ ആന പേടിപ്പിക്കും. അപ്പൊ ഇവിടുത്തെ ചോദ്യം, ഭൂമിയിലെ മർത്യൻ ഇനി പേടിപ്പിക്കാതിരിക്കാൻ. ഒരുത്തനെ പേടിപ്പിക്കുക. ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവനെ പേടിപ്പിക്കുന്നു, പണമുള്ളവൻ പണമില്ലാത്തവനെ പേടിപ്പിക്കുന്നു, അറിവുള്ളവൻ അറിവില്ലാത്തവരെ പേടിപ്പിക്കുന്നു, പൊളിറ്റിക്കൽ സ്വാധീനമുള്ളവൻ ഇല്ലാത്തവരെ പേടിപ്പിക്കുന്നു. ഭർത്താവ് ഭാര്യയെ പേടിപ്പിക്കുന്നു, ഭർത്താവും ഭാര്യയും കൂടി മക്കളെ പേടിപ്പിക്കുന്നു, മക്കൾ വലുതാകുമ്പോൾ അപ്പനെയും അമ്മയും പീഡിപ്പിക്കുന്നു. പക്ഷെ ദൈവം ഒരു ഉത്തരവിറക്കുകയാണ്.
ഭൂമിയിൽ നിന്നുള്ള മർത്യനെ പീഡിപ്പിക്കാതിരിക്കാൻ, നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യുവാൻ അപേക്ഷ കേട്ടിരിക്കുന്നു, ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നു, ചെവി ചായ്ച്ച് കേൾക്കും. സമയം കൂടുതലെടുക്കേണ്ടതാണ്, പക്ഷെ ചുരുക്കി പറയാം. പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടെങ്കിൽ കേൾക്കാനൊരു ദൈവമുണ്ട്. ദൈവം പ്രാർത്ഥന കേട്ടാൽ പീഡിപ്പിക്കുന്നവൻ്റെ സൈഡല്ല, പീഡ അനുഭവിക്കുന്നവൻ്റെ സൈഡിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. പീഡിപ്പിക്കുന്നവൻ ഓടി ഒളിക്കും. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ, ഇനി ആരും പേടിപ്പിക്കരുത്. സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആർക്കും ആരെയും പേടിപ്പിക്കാനൊന്നും അവകാശമില്ല. ചില സ്വാധീനമുള്ളവരൊക്കെ അല്ലാതെ പേടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ആരാ നിനക്കറിയാവോ, നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വാക്കുകളൊക്കെ ചില കട്ടിയാണ്. ഇതിങ്ങനെ യൂട്യൂബിൽ വരുന്നത് നമ്മളും കേൾക്കുകയല്ലേ. പേടിപ്പിക്കുന്നവർ കേട്ടുകൊള്ളുക, നിങ്ങൾ പേടിക്കുന്ന ഒരു ദിവസം വരും. ആമേൻ.